എല്ലാവർക്കും നമസ്കാരം. ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന സിനിമ നോർത്ത് ഇന്ത്യയിൽ തരംഗമാവുന്ന കാഴ്ച നമ്മൾ കണ്ടുവരികയാണ്. ഇപ്പോഴിതാ നോർത്ത് ഇന്ത്യയിൽ വരുന്ന ഏറ്റവും പുതിയൊരു റിപ്പോർട്ടാണിത്. ബോളിവുഡിൽ ക്രിസ്മസ് റിലീസായി എത്തിയ വരുൺ ധവാന്റെ ബേബി ജോണിന് പകരം നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും തിയേറ്റർ ഉടമകൾ മാർക്കോ ഹിന്ദി പതിപ്പ് ആഡ് ചെയ്യുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായ മാർക്കോ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ വയലൻസ് ചിത്രമായി മാറിക്കഴിഞ്ഞു. ഇനി ഇന്ത്യൻ സിനിമയിൽ ഒരു വയലൻസ് ചിത്രം ഇറങ്ങുമ്പോൾ ആദ്യ അഭിപ്രായങ്ങൾ ഇങ്ങനെയായിരിക്കും: മാർക്കോക്ക് മുകളിലാണോ അതോ താഴെയാണോ? ആ ഒരു അടയാളം മാർക്കോ എന്ന ഉണ്ണി മുകുന്ദൻ സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് മുമ്പിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു. അതിനുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ് 180 കോടി ചിലവാക്കി ബോളിവുഡിൽ ഒരുക്കിയ ബേബി ജോൺ എന്ന സിനിമ. അതായത് നമ്മുടെ തമിഴിലെ പ്രശസ്ത സംവിധായകനായ ആറ്റ്ലിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത്രക്ക് വലിയൊരു സിനിമ ഇറങ്ങിയിട്ട് പോലും ആ സിനിമയ്ക്ക് മാറ്റിക്കൊണ്ടാണ് മലയാള ചിത്രമായ മാർക്കോയുടെ ഹിന്ദി വേർഷൻ അവിടെ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത്. ഇന്നലെ മാത്രം 138 ഷോകൾ കളിച്ചിരുന്ന അവിടെ ഇപ്പോഴിതാ ഹിന്ദി വേർഷൻ മാത്രം 200-ന് മുകളിലുള്ള ഷോകളാണ് ഇന്ന് കളിച്ചിരിക്കുന്നത്. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇതിന് മുകളിലുള്ള ഒരു ഷോ കൗണ്ട് നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തിയേറ്ററുകൾ ആടായിക്കൊണ്ടിരിക്കുന്നു, ഷോ കൗണ്ടുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തോടെ മാർക്കോ എന്ന സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ 5 കോടിക്ക് മുകളിലും കേരള കളക്ഷൻ 33-34 കോടിക്ക് മുകളിലും നേടാൻ പോവുകയാണ്. അതോടൊപ്പം ഓവർസീസ് കളക്ഷൻ 37-36 കോടി റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചിത്രത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇതുവരെ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടില്ല. ക്രിസ്മസ് റിലീസായി എത്തിയ ലാലേട്ടന്റെ ബറോസ് എന്ന ചിത്രത്തെ പോലും മറികടന്നുകൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിലും മാർക്കോ മുന്നേറുന്നത്. ഈ വർഷം ക്രിസ്മസ് റിലീസായി എത്തിയ മലയാള ചിത്രങ്ങളിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുകയും ബഹുദൂരം കളക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന ചിത്രം കൂടിയാണ് മാർക്കോ. എന്തായാലും മാർക്കോയുടെ ഓരോ അപ്ഡേറ്റുകളും നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഉടൻ തന്നെ എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.